നമ്മളിന്നൊരു എഗ് പപ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഇടാൻ പോകുന്നത്. ഈസി ആയിട്ട് എങ്ങനെ ഒരു എഗ് പപ്സ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിക്കുക. വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചിട്ട് ജീരകം ഇട്ട് പൊട്ടിച്ചെടുത്തിട്ട് ഒരു ചെറിയ സബോള, 2-3 നെല്ലി വെളുത്തുള്ളി, 1 ഇഞ്ചി, 1 പച്ചമുളക് എന്നിവ നന്നായിട്ട് വഴറ്റിയെടുക്കുക. സബോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം വഴന്ന് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് മസാലകൾ ചേർത്ത് തുടങ്ങാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറുന്ന വഴി ഇളക്കി വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് കുരുമുളക് പൊടിയും കുറച്ച് ടൊമാറ്റോ സോസും ചേർത്ത് കറിവേപ്പിലയും ചേർത്താൽ പപ്സിൻ്റെ അകത്ത് വെക്കാനുള്ള ഗ്രേവി ഓക്കെ. അതിനുശേഷം നമ്മൾ സമൂസ ഷീറ്റ് ഉപയോഗിച്ചാണ് മുട്ട പപ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് അത് ഒട്ടിക്കാൻ ആവശ്യമുള്ള മൈദ റെഡിയാക്കി വെച്ച ശേഷം സമൂസ ഷീറ്റ് ഈ കുരിശാകൃതിയിൽ വെച്ച് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയും ഒരു മുട്ടയുടെ പകുതിയും ചേർത്ത് മൈദ കൊണ്ട് നമുക്ക് ഒട്ടിച്ച് സെറ്റാക്കി എടുക്കാം. നമുക്കിത് എണ്ണ തിളയ്ക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആ എണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ച ഇത് നമുക്കതിലേക്ക് ചേർക്കാം. ഇട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഓരോന്ന് വെച്ചാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. കുറച്ച് എണ്ണ തന്നെയാണ് വറക്കുന്നതും. പിന്നെ നമ്മൾ 4 ഇങ്ങനെ ഉണ്ടാക്കുന്നത്. 4 ഉണ്ടാക്കാനുള്ള ഗ്രേവിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. 4 റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയ്ക്കകത്തോട്ട് ഓരോന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇത് ഇത്ര എണ്ണയെ യൂസ് ചെയ്യുന്നുള്ളൂ. ഈ 4 ഉണ്ടാക്കാൻ വേണ്ടി ഇത്ര എണ്ണ പോതും. ഇത് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മറിച്ചും തിരിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മുറിച്ചെടുത്ത ശേഷം നമുക്കിത് ടൊമാറ്റോ കച്ചപ്പ് ചേർത്ത് കട്ടൻ കാപ്പിയോടെ കുടിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം.